നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എങ്കിൽ പ്രതിഭയെ എത്രയും വേഗം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. വെറുതെ ആ കുട്ടിയെ വീണ്ടും നിരാശപ്പെടുത്തണ്ടല്ലോ. അതെ, അത് അമ്മയോട് തന്നെ നേരിട്ട് പോയി ചോദിക്കാം. എന്നിട്ട് അമ്മയെക്കൊണ്ട് തന്നെ കൊടുത്ത വാക്ക് പിൻവലിപ്പിക്കാം. അതിനി 2 ദിവസം കൂടി കാത്തു നിൽക്കണ്ടേ? ആന്റി ഗുരുവായൂർ പോയിരിക്കേ? ഗുരുവായൂർ പോയെന്നോ? എപ്പോ? നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പെട്ടെന്ന് തീരുമാനിച്ചതാണെന്നാ സോന വിളിച്ചപ്പോ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അനിതേ, ഞാൻ ഇറങ്ങുവാണേ. ഈ വാതിലടച്ചേക്ക്. ശരി ചേച്ചി. ദയം കൊണ്ട് വന്നതോ? ഇതെന്താ അമ്പിളി, ദയ വന്നില്ലേ? ഇല്ല ചേച്ചി, അവള് ശബരി വന്ന് വിളിച്ചാലേ എന്നുള്ള വാശിയില്ല. ശബരി വിളിച്ചാ ദയ വരുമെന്ന് ഉറപ്പാണോ? എവിടെ? അങ്ങനെ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ രഘു ശബരിയെ കൊണ്ട് ദയെ വിളിപ്പിക്കില്ലായിരുന്നോ? അല്ലേ രഘു? ചില ഉറച്ച തീരുമാനത്തിലാ ചേച്ചി. അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നേ. ആ ശരി, നിങ്ങൾ അകത്തേക്ക് വാ. വാ വാ, ശബരി കമ്പനിയില്ല. ഞാൻ അച്ഛനെ വിളിക്കാം, നിങ്ങൾ അങ്ങോട്ടേക്ക് ഇരിക്കേ. ആഹാ, ലച്ചുട്ടി വലിയ കുട്ടിയായല്ലോ. ഇരിക്കു രഘു. ഇരിക്കുമോ? ആ, ഇപ്പൊ വലിയ കുഴപ്പമില്ല രഘു. ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പ് മുറിയിലേക്ക് പോയത്. ആരൊക്കെ വന്നിരിക്കുന്നത്? മോനെ ഇരിക്കമ്പിളേ. പാവേ, നിനക്ക് നിന്റെ മുത്തശ്ശനെയും കൂട്ടിക്കൊണ്ടുവരായിരുന്നില്ലേ അങ്ങോട്ട്? ഓണം കഴിഞ്ഞ ഉടനെ ഇവിടെ വന്ന് അങ്കിളിനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞിരുന്നത് അച്ഛൻ. അപ്പോഴാ തറവാട്ടിലെ എന്തോ കാര്യത്തിന് അച്ഛനെ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞ് മുത്തശ്ശി വിളിപ്പിച്ചത്. എല്ലാവരും ഓണത്തിന്റെ അന്ന് അമ്മയുടെ തറവാട്ടിലായിരുന്നു ഞങ്ങൾ അറിഞ്ഞു. ആദ്യമായിട്ട് അവിടെ പോണത് അല്ലേ? അതെ, ശരിക്കും ഞങ്ങൾക്ക് അമ്മയെ തിരിച്ചു കിട്ടിയൊരു അവസ്ഥയും അനുഭവമൊക്കെ ആയിരുന്നു. നല്ല കാര്യം. അനന്തം മാഷിന്റെ സ്നേഹത്തിനും സഹനത്തിനും കിട്ടിയ ഒരു അംഗീകാരം കൂടിയാ അത്. അതെ, ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോഴാ നിങ്ങൾ വന്നത്. ടൗണിൽ പുതിയതായി തുടങ്ങിയ കുടുംബശ്രീ സ്റ്റാളിന്റെ ചാർജ് എനിക്കാ. ഇന്നൊരു ദിവസം നീ ലീവ് എടുക്ക് വാസന്തി. ഇവരൊക്കെ വന്നതല്ലേ? നിങ്ങൾ എന്തായാലും ശബരിനെ കണ്ടല്ലേ പോകൂ. ശബരി വിളിച്ചപ്പോ ഉടനെ ഇറങ്ങാൻ പറ്റില്ലെന്നാ അവൻ പറഞ്ഞേ. എന്തായാലും ഞങ്ങൾ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇന്ന് പോയില്ലെങ്കിൽ ചേച്ചിയുടെ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞാ ബാക്കിയുള്ളവര് നോക്കിക്കൊള്ളും. എന്നാ വിളിച്ച് പറ ചേച്ചി, ഞാൻ അപ്പോഴേക്കും ചായ എടുക്കാം. മോൾക്ക് പാലെടുക്കണോ? വേണ്ട നിതേ, മോള് രാവിലെ പാല് കുടിച്ചതാ. വേണമെങ്കിൽ ചായ കൊടുക്കാം, അത് മതി. ശരി. ഓ, അപ്പോഴേ ദയക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, അവര് സുഖമായിരിക്കുന്നു. അവളുടെ തീരുമാനത്തിന് ഇതുവരെ മാറ്റമൊന്നും വന്നിട്ടില്ല അല്ലേ? ഇല്ല, ഞങ്ങൾ പറയുന്ന രീതിയിലൊക്കെ പറഞ്ഞു നോക്കി. ചിലപ്പോ ശബരി ഒന്നൊന്ന് വിളിച്ചാ ദയുടെ വാശി ഒന്ന് കുറഞ്ഞേക്കാം. അവനെ വിളിക്കുന്നു തോന്നുന്നില്ല രഘു. ദയയുടെ മനസ്സിൽ വാശിയും ദേഷ്യവുമാണെങ്കിൽ ശബരിയുടെ മനസ്സിൽ മുറിവും നോവുമാണ്. ഈ രണ്ടുപേരുടെ മനസ്സിലും ഇങ്ങനൊരു അകൽച്ച എന്താണെന്ന്, അതിനുള്ള വിഷമം എന്താണെന്നും ഇവിടെ ആർക്കും അറിയില്ല. അന്ന് കറണ്ട് പോയപ്പോ ജനറേറ്ററിന്റെ കണക്ഷൻ മുകളിലത്തെ മുറിയിലേക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്കറിയാവുന്നത് അത് മാത്രം. അതിന്റെ പേരിൽ ഈ വീടിന്റെ പടി ചവിട്ടില്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോവാന്ന് വെച്ചാൽ അത് ഒരു പെണ്ണിനും ചേരാത്ത അഹങ്കാരം. ഇനി ഞങ്ങൾക്കാർക്കും അറിയാത്ത എന്തെങ്കിലും വിഷയം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോന്ന്
ശബരി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിനെക്കുറിച്ച് ദയ എന്തെങ്കിലും പറഞ്ഞോ? ആ ഇല്ല, ഈ വീട്ടിലേക്ക് ഇനി ഇല്ലെന്ന് മാത്രമേ ഇതേ പറഞ്ഞോളൂ. ഞാൻ അവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു നോക്കി. ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതല്ലാതെ ശബരിയെ വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നെയും ധനേട്ടനെയും ദയയ്ക്ക് ആദ്യമേ അത്ര ഇഷ്ടമല്ല. ഇടക്കാലത്ത് അനിതയും അവളുടെ ശത്രുവായി. ഞങ്ങൾ എല്ലാവരും ശബരിയെ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണെന്ന ചിന്തയാ ദയക്കുള്ളത്. എന്നുവെച്ച് അവൾക്ക് വേണ്ടി ഈ വീട് ഒഴിഞ്ഞു പോവാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. ഞാൻ വേണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോവാൻ തയ്യാറാ. എന്നോട് ദയക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ മാറിക്കൊടുത്തോളാം. അവളും മോനും ഇങ്ങോട്ട് വന്നോട്ടെ. അതെ, ആരും മാർക്ക് വേണ്ടി മാറിക്കൊടുക്കുന്ന ഒരു കാര്യമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ ഈ കുടുംബം ഇതുപോലെ ഒന്നിച്ച് തന്നെ പോകും. ശബരി ഒറ്റ എന്താ വേണ്ടത് നമുക്ക് ആലോചിക്കാം. ആ പിള്ളേരെ, നിങ്ങൾ ചായ കുടിക്കുക. അപ്പൊ ഇത് ചോദിക്കാനാണോ രണ്ടുപേരും ധൃതി പിടിച്ച് ഇങ്ങോട്ട് ഓടി വന്നേ? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ സോനെ? സത്യനോട് ചോദിക്കാതെ ആന്റി അവർക്ക് വാക്ക് കൊടുത്തത് ശരിയാണോ? അമ്മ ആർക്കെങ്കിലും എന്തെങ്കിലും വാക്കു കൊടുത്തതിന് സത്യേന് എന്തിനാ ടെൻഷൻ ആവുന്നേ? സത്യേനോട് ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ അമ്മ സുധനങ്ങളോട് പ്രതിഭ എന്റെ മകൻ കെട്ടിക്കോളൂന്നൊന്നും പറഞ്ഞത്. അപ്പൊ അമ്മ അങ്ങനെ പറഞ്ഞെന്നുള്ളത് സത്യമാണല്ലേ? അതെ, അത് സത്യം തന്നെയാ. നീ അത് നേരിൽ കേട്ടൊന്നുമില്ലല്ലോ, നിന്റെ ഒരു ഊഹല്ലേ? അല്ല ശ്യാമേട്ടാ, അമ്മ ആ കാര്യം ഇന്ദ്രനോട് സൂചിപ്പിച്ചിരുന്നു. എന്നോട് ഇന്ദ്രനാ പറഞ്ഞ. അല്ല, ഇന്ദ്രേട്ടനത് നിന്നോട് പറയാൻ കാരണം എന്താ? ഇന്ദുവിന്റെ കാര്യം ഇപ്പൊ സത്യേട്ടനോട് പറയണോ? വേണ്ട, അത് ഔദ്യോഗികമായി തന്നെ അറിയുന്നതാ നല്ലത്. സത്യം ചോദിച്ചത് കേട്ടില്ലേ സോനെ? പ്രതിഭയുടെ കാര്യം സത്യനോട് അവതരിപ്പിക്കാൻ വേണ്ടിയാണോ ഇന്ദ്രേട്ടൻ നിന്നോട് പറഞ്ഞത്? ഏയ്, ഇന്ദ്രേട്ടനിപ്പോ സത്യേട്ടൻ പ്രതിഭയെ കല്യാണം കഴിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല. മുമ്പ് ആലോചിച്ചപ്പോ നടന്നില്ലല്ലോ. ഇനി അത് വേണ്ടത് തന്നെയാ ഇന്ദ്രേട്ടന്റെ നിലപാട്. ആ കാര്യം ഇന്ദ്രേട്ടൻ അമ്മയോട് പറഞ്ഞോ? ഇല്ല, അത് പറയാൻ വേണ്ടി ഇന്ദ്രേട്ടൻ കടയിൽ നിന്ന് വന്നപ്പോഴേക്കും അമ്മ ഭാനുമ്മയോടൊപ്പം ഗുരുവായൂരിലേക്ക് പോയിരുന്നു. ആ കാര്യത്തിൽ എന്റെ സത്യേട്ടന്റെ ടെൻഷനൊന്നും വേണ്ട. ഇന്ദ്രേട്ടൻ തന്നെ അമ്മ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചോളൂ. എങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേണം സോനെ. ഇപ്പൊ തന്നെ പ്രതിഭ എന്തോ പ്രതീക്ഷയില്ല. അത് നടക്കില്ലെന്ന് അമ്മ ഉടനെ സുധനങ്ങളെ വിളിച്ചു പറഞ്ഞേ പറ്റൂ. ഇന്ദ്രേട്ടൻ വരട്ടെ, ഞാൻ സംസാരിക്കാം. അല്ല, പ്രതിഭയെ വേണ്ടെന്ന് വെച്ചിട്ട് ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതിരിക്കാനാണോ ഏട്ടന്റെ പ്ലാൻ? അങ്ങനൊരു പ്ലാനൊന്നും ഇല്ല. പക്ഷെ അമ്മയുടെ സ്വാർത്ഥതയ്ക്ക് പ്രതിഭയെ പോലൊരു കുട്ടിയെ ബലിയാടാക്കാൻ ഞാൻ എന്തായാലും ഇല്ല. എന്നാ പിന്നെ അതൊക്കെ മേലെയുള്ള ഒരു പെണ്ണിനെ നമുക്ക് ആലോചിച്ചാലോ? നമ്മുടെ അമ്മ കാരണം കല്യാണം മുടങ്ങിപ്പോയൊരു പെണ്ണിനെ. ദേ സോനെ, നീ ആൾ അമ്മയെക്കാളും കൊള്ളാലോ. ഇന്ദുവിനാണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ അവളും നീയും എനിക്ക് ഒരുപോലെയാ. പക്ഷേ നമ്മുടെ അമ്മയ്ക്കിത് മനസ്സിലായില്ലല്ലോ. സത്യേട്ടനെ ചേർത്തുണ്ടാക്കിയ അപവാദത്തിലാ ഇന്ദുവിന്റെ കല്യാണം മുടങ്ങിയത്. അതിന്റെ ശാപം കൂടി നമ്മുടെ കുടുംബത്തിന് ഏക്കരുതെന്ന് കരുതിയാ ഞാൻ പറഞ്ഞ. അതിപ്പോ നീ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇനി ഒരു പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് സത്യനും സമ്മതിച്ചൊന്നു വെക്കേ. ഇന്ദുവിനെ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ അവളുടെ വീട്ടുകാർ തയ്യാറാവണ്ടേ? അവര് ജോത്സ്യം പറഞ്ഞ ഡേറ്റിനുള്ളിൽ ഇന്ദുവിന്റെ കല്യാണം നടത്താനുള്ള ഓട്ടത്തിലാണെന്ന് കേട്ടു. ചെലപ്പോ തയ്യാറായാലോ. മതി, ഒന്ന് നിർത്ത്. ഈ വിഷയം നമുക്ക് ഇവിടെ വിടാം. ശ്യാം വാ, നമുക്ക് പോവാം.
വണ്ടി എടുത്തു. ഇതെന്താ ടെൻഷൻ കാരണം വണ്ടി എടുക്കാനും പറ്റാതായോ? അതല്ല, എന്റെ ലൈസൻസും വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ ദാസാറിന്റെ വീട്ടിലാ. ഇങ്ങോട്ട് വരുമ്പോൾ ജംഗ്ഷനിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. വൺ വേ ആയതുകൊണ്ട് ഊരിപ്പോരാൻ പറ്റിയത്. അങ്ങോട്ട് പോകുമ്പോൾ ലൈസൻസ് ഇല്ലാതെ നേരെ അവരുടെ വായിച്ചെന്ന് വീഴും. അതുകൊണ്ടാ. ഇന്ദുവിന്റെ കാര്യം ചെറുതായി ഒന്ന് സൂചിപ്പിച്ചത് നന്നായിന്ന് തോന്നുന്നു. ചിരു, മോളെ, നീ എന്താ ഈ നേരത്തെ ഇങ്ങനെ കിടക്കുന്നേ? നിനക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ? വല്ലാത്തൊരു ക്ഷീണം തോന്നുക ചേച്ചി. എനിക്ക് ഭാരാധിക നാൾ കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഇതൊക്കെ മിക്ക സ്ത്രീകൾക്കുള്ളതല്ലേ. ഒന്നും അല്ലെങ്കിലും ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയതല്ലേ നീ. ഇതും നിനക്ക് സാധിക്കും.